ഹലോ ഗ്രാൻഡഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു വെട്ടുകേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ചായക്കടയിലൊക്കെ കാണുന്ന വെട്ടുകേക്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. എന്നിട്ട് കുറേ സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മൈദയാണ് കേട്ടോ. 1 കപ്പ് മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലേശം നെയ്യ് നമുക്ക് വേണം. അതുപോലെ തന്നെ 3 മുട്ട വേണം. അതുപോലെ തന്നെ ഏലയ്ക്ക പൊടിച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. അത് ഈ പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ നമുക്ക് റവ ചേർക്കണം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതിൽ നമുക്കൊരു കുറച്ച് ചേർക്കണം. മഞ്ഞൾ പൊടിയും വേണം. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആദ്യമേ തന്നെ നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാനതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതാ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മൈദ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണേ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ റവയാണ്, വറുത്ത റവയാണ് ഇത് നമുക്കൊരു 2 ടീസ്പൂൺ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കും. ഒത്തിരി മഞ്ഞൾ പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ചുവ വരും. നമ്മൾ ലേശമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് മൈദയായിട്ടൊന്ന് യോജിച്ചെടുക്കാൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ഒരു 1 ടീസ്പൂൺ നമ്മുടെ നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ടത് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. ഇതെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ ചപ്പാത്തി മാവില്ലേ ആ പരുവത്തിലൊക്കെ ഒന്ന് ആക്കി നമുക്കൊന്ന് എടുക്കണം. നമുക്ക് നന്നായിട്ട് നിന്ന് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയിടും. ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആവുന്നത്. ഈ പരുവത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തത്. നന്നായിട്ട് ഒന്ന് കുഴക്കണേ. കുഴച്ച് കഴിഞ്ഞ് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാവേ. ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ മാവ് 2 ആക്കി എടുത്തിട്ട് നമ്മുടെ കേക്കിന്റെ പരുവത്തിലാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് ഞാൻ കത്തി വെച്ചൊന്ന് കണ്ടിച്ചെടുക്കാം. നമുക്ക് ഈ ടേബിളായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാവൊന്ന് തൂവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കല്ലേ ഇത്. കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും പറ്റും. നമ്മുടെ ഈ ചാനല് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതൊന്ന് 2 സൈഡും കണ്ടിച്ച് കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഓരോ പീസായിട്ട് നമുക്കിത് കണ്ടിച്ചെടുക്കാം. ഒത്തിരി വലിപ്പത്തിൽ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെന്ത് കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയ പീസുകളായിട്ട് ഇത് കണ്ടിച്ചെടുക്കുന്നത്. ഇതാ ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കത്തി വെച്ച് ഇങ്ങനെ 2 സൈഡും ഒന്ന് ഇടാത്ത രീതിയിലൊന്ന് കണ്ടിച്ചും കൂടെ വയ്ക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ വെച്ച് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് കോരാവേ.
ഇങ്ങനെ സൈഡ് തീർത്തും കൂടെ നമുക്കൊന്ന് കണ്ടിച്ചു വിടാം. അങ്ങനെ എല്ലാം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് നമുക്ക് വറുത്ത് വരാവേ. നമ്മുടെ എണ്ണ ഇതാ ചൂടായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണേ തീ. എന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോന്നെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. മൂത്ത് വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയെന്ന് കോരിയെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണയെന്ന് കോരുന്നത് കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ഒത്തിരി കുടിക്കാതെ നമുക്ക് കിട്ടും. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി ഇനി നമുക്ക് കുറേശ്ശെ വറുത്ത് കോരട്ടെ. നമ്മളിതാ നമ്മുടെ വെട്ടുകേക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.